നമസ്കാരം ഗൈസ്. ഇന്ന് ഒരാളെ ഞാൻ കീറുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ ആളുടെ വീഡിയോ ഞാൻ കീറിയിട്ടുണ്ട്, പക്ഷേ പൊതു പറഞ്ഞുപോയി. പക്ഷെ ഇപ്പോൾ ലിറ്ററലി ഞാൻ കീറുകയാണ്. കാരണം ഇതാ ഈ വോയിസ് ഒന്ന് കേട്ടെ. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ഭയങ്കര കൂളായിട്ട് അതിനകത്ത് നിന്ന് ഞാനങ്ങനെ പ്രത്യേകിച്ച് മെന്റലി ഇപ്പോൾ സിബിനൊക്കെ മെന്റലി അങ്ങനെ ഒരു സംഗതി വന്നതിൻ്റെ ഫിസിക്കൽ ഇഷ്യൂ വന്നപ്പോൾ ഡോഗിൻ്റെ കേസ് കണ്ടപ്പോൾ അല്ലാത്ത പക്ഷം ഗെയിമൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തിരുന്നു. ഡിയർ ഓഡിയൻസ് ആൻഡ് അതർ കണ്ടസ്റ്റൻസ്, അല്ലെങ്കിൽ ഇനി വരാൻ പോണ കണ്ടസ്റ്റൻസ്, സായി ഈ പറഞ്ഞ സംഭവത്തിനെ ആരും ചെവിയിലോട്ട് എടുക്കണ്ട. എൻ്റെ പൊന്നനിയ, എന്തർത്ഥത്തിലാണ് താങ്കൾ ഈ പറയുന്നത്? ബിഗ് ബോസ് വെറും സിമ്പിളാണ്, ഞാൻ കൂളായിട്ട് നിൽക്കുകയാണെന്നുള്ളത്. കൂളായിട്ട് നിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. വളരെ കൂളായിട്ടാണ് താങ്കൾ അവിടെ നിന്നിരുന്നത്. ഉദാഹരണത്തിന് ഇതിപ്പോൾ മേ ബി ഇൻ അഡ്വാൻസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലെങ്കിലും വിചാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ സായും ഘോരഘോരം സായിയുടെ താങ്ങായ ജിത്തുബായും ഒക്കെ പറയുമായിരിക്കും, ഓ ഇയാൾ പോയി കളിച്ചത് കുറേ കണ്ടതാണ്, 36ാമത്തെ ദിവസം ഇങ്ങോട്ട് വന്നില്ലേ എന്നുള്ളത്. 36ാമത്തെ ദിവസമാണെങ്കിലും ആ ഒരു വീക്ക് ഞാൻ മര്യാദയ്ക്ക് കളിച്ച് തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ എന്നെ പിടിച്ചുകൂടെ പുറത്തേക്ക് ഇട്ടത്. ഞാൻ അങ്ങനെ കളിച്ചില്ലല്ലോ എന്ന് വെച്ചിട്ട് സായിയുടെ ഗെയിമിനെ ഞാൻ ചൂഷണം ചെയ്യാമോ പറയാമോ എന്നുള്ള ചിന്ത എനിക്കില്ല. ബിക്കോസ് സായി ഒരു റിവ്യൂവറാണ്. എൻ്റെ ഗെയിമിനെയും സായി വലിച്ചു കീറിയിട്ടുണ്ട്. സായി പോണതിന് കുറച്ച് മുമ്പും പറഞ്ഞ ഡയലോഗ് എനിക്കിപ്പോഴും അറിയാം. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. ലൈക്ക് എനിക്ക് കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ആരെങ്കിലും തല അടിച്ച് പൊട്ടിക്കുമോ എന്നുള്ള പേടിയുള്ളൂ എനിക്ക്. അത് കേട്ടിട്ട് സമാധാനിപ്പിച്ച ഞാൻ ശശി ഇപ്പോൾ ആൻഡ് അവിടെ അകത്തും പറയണ്ടായിരുന്നു എനിക്ക് ദേഷ്യം വന്നാൽ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ഉള്ളത്. എന്തൊലക്കെയാണ് താങ്കൾ അവിടെ കാണിച്ചത്? ബിഗ് ബോസ് താങ്കൾക്ക് കൂളായിരിക്കും, ബിഗ് ബോസ് ഈസി ആയിരിക്കും. എങ്ങനെയുള്ളവർക്കാണെന്നറിയാമോ? ഒഴുക്കിൽ പെടുന്ന ഒരു വ്യക്തി ജീവിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി എതിർത്ത് നീന്തുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള പണിയെടുക്കുമ്പോൾ ആ ആൾക്ക് ഒഴുക്ക് ഭയങ്കര പാടായിരിക്കും. ആൻഡ് ദ അതർ പേഴ്സൺ ഒഴുക്കിൽ പെട്ടിട്ട് ഈ ഒഴുക്ക് എപ്പം നിൽക്കുന്ന അപ്പം നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൂളായിട്ട് ഇരിക്കുന്ന ആളോട് ചോദിച്ചാൽ ഒഴുക്കോ ഇതൊക്കെ ഒരു വിഷയമാണോ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് സായിയോടും പറയാനുള്ളത്. അവിടെ ഫോണില്ലാതെയും ഫുഡില്ലാതെയും ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളല്ല. കണ്ടൻറ് ഉണ്ടാക്കുക. സായി അവിടെ ചെന്നിട്ട് ആകെ ഒരു കണ്ടൻറ് ഉണ്ടാക്കിയത് ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും ചെന്ന് പറഞ്ഞു എന്നുള്ളതും, പിന്നെ പെങ്ങളുട്ടി വൈബിൽ നന്ദനയുടെ അടുത്ത് നിന്നു എന്നല്ലാതെ ടാസ്ക് വൈസും എന്തോ ബ്രെഡ് കഷ്ണം കടിക്കുന്ന ടാസ്കും താങ്കൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പണപ്പെട്ടി ടാസ്ക്കുമാണ്. ഇതല്ലാത്ത സമയത്തെല്ലാം സായിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് കാറിൽ ഇരുന്ന് സംസാരിക്കുന്നു. കാറുണ്ടെങ്കിൽ നന്നായിട്ട് ടാസ്ക് കളിച്ചതെന്നാണ്. ഞാനും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. അതിനും സായി പറയുന്നുണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ടല്ലോ, മറ്റുള്ളവർ നടുറോട്ടിൽ ഇരുന്നല്ലോ സംസാരിക്കുന്നത്, വീഡിയോ ചെയ്യുന്നത്, എനിക്ക് കംഫർട്ട് കാറാണ്, പറയുന്നവർ ഇങ്ങോട്ട് വരട്ടെ എന്ന്. ഈ കാണിച്ച ഗറ്റ്സ്, ഈ കാണിച്ച തകിന് 4 അംശം ബിഗ് ബോസിൽ കാണിച്ചാൽ മതിയായിരുന്നു. കാണിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് താങ്കൾ പോയത്. താങ്കളുടെ എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള തള്ളു സഹിക്കാൻ വയ്യ സായി. അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ച് സംസാരിച്ചത്. ഇനിയും 2 വീഡിയോ വരുന്നുണ്ട്. ഇതിനൊക്കെ ജിത്തുബായും സായിയൊക്കെ എടുത്ത് സംസാരിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയുമായിരിക്കും, വിഷയമില്ല. സായിയുടെ ഒരു പ്ലസ് പോയിന്റ് ഉള്ള പോലെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സായിക്ക് സോഷ്യൽ മീഡിയ വിഷയങ്ങൾ, കാര്യങ്ങൾ, റിയാക്ഷൻ വീഡിയോസ് ഒന്നും വിഷയമല്ല. സായി എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റോട് എടുക്കുന്ന വ്യക്തിയാണ്. അതറിയാവുന്നതുകൊണ്ടും എനിക്ക് സായിയോട് സംസാരിക്കാനുള്ള ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സായി അല്ല വേറെ ആരാണെങ്കിലും ഞാനിത് സംസാരിക്കുക തന്നെ ചെയ്യും. കാരണം ബിഗ് ബോസ് ഒരു ഈസി ഗെയിമാണെന്ന് ഒരു കണ്ടസ്റ്റൻറ്റും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പഴം വിഴുങ്ങിയ മാതിരി നിൽക്കുന്ന ആൾക്ക് കാരണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, വഴക്കുണ്ടാക്കുന്നില്ല, പിന്നെ ഒരു മെൻ്റൽ പ്രഷർ വരുന്നില്ല, ആരും കോർണർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടാസ്ക് വൈസ് പ്രശ്നങ്ങൾ. ആകെ താങ്കൾക്ക് ഫിസിക്കൽ ടാസ്കിൽ നന്നായിട്ട് പോയി, പക്ഷേ ഫിസിക്കൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായെന്നല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ജാസ്മിൻ നേരിടുന്ന പോലത്തെ ഒരു കോർണറിങ്, അല്ലെങ്കിൽ നമ്മുടെ അപ്സര അല്ലെങ്കിൽ നോറ അല്ലെങ്കിൽ ജിൻഡോ ഒക്കെ ഫേസ് ചെയ്യുന്ന പോലത്തെ ഒരു മെൻ്റൽ പ്രഷറും ഫിസിക്കൽ ടാസ്കും മൈൻഡ് ഗെയിമും കണ്ടന്റ് ഉണ്ടാക്കേണ്ട രീതിയിലൊക്കെ പോകുമ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. കൊളത്തി ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ആ ഒരു ഹൈപ്പിൽ റീച്ചിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. താങ്കൾ ഇതൊന്നും ചെയ്യാതെ അവിടെ പഴം വിഴുങ്ങിയ പലം നിന്നുകൊണ്ടാണ് ബിഗ് ബോസ് ഭയങ്കര കൂളാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഭയങ്കര ഈസിയാണെന്ന് പറയുന്നത്. ദൈവത്തെ ഓർത്ത് ഇനി വരുന്ന ഇൻ്റർവ്യൂസിൽ പോലും ഇങ്ങനെ സംസാരിക്കരുത്. കാരണം ബിഗ് ബോസ് ഒരിക്കലും ഈസി അല്ല. ഇറ്റ്സ് എ പ്രഷർ കുക്കർ. അതിനകത്തേക്ക് അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് ഗെയിം മനസ്സിലാക്കി താൻ ഇവിടെ നിന്ന് ഗെയിം പ്ലാൻ ആക്കിയിട്ടാണ് പോയെന്ന് പറഞ്ഞു. ഇങ്ങനെ നിൽക്കാനാണ് താൻ ഗെയിം പ്ലാൻ ആക്കി പോയെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഗെയിം ഞാൻ പ്ലാൻ ആക്കിയിട്ടല്ല പോയേക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന്. ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നു, ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നു, ദേഷ്യം വന്നാൽ തലയടിച്ച് പൊളിക്കുമെന്നുള്ള പേടിയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഡേ 1 ഓൺവേഴ്സ് അവിടെ പോയപ്പോൾ തൊട്ട് ചളുവാണ്.
കാര്യങ്ങൾ. താങ്കൾ ശരിക്കും പോയത് ജാസ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ജാഫ്രങ്ങളുടെ ദൂതനായിട്ടാണ് താങ്കൾ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും കഴിഞ്ഞ് പുറത്തെത്തിയതിന് ശേഷം പറയുകയാണ് ബിഗ് ബോസ് ഈസി ആണെന്ന്. എൻ്റെ പൊന്നസായി, നെവർ എവർ. കാരണം ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഇവൻ നേരിട്ട് കാണുകയാണെങ്കിൽ ഞാൻ എന്നോട് പറയും ബിഗ് ബോസ് കൂളായിരിക്കും, ചിൽ ഗെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഈസി ആയിരിക്കും, ഇങ്ങനെ ഒന്നും ചെയ്യാതെ. ഇപ്പോൾ ശ്രീധുനോട് ചോദിച്ചാലും ശ്രീധു എന്നാ പറയുക, ഈസിയാ യുനോ ഹാൻഡിൽ പണലാം, പ്രോബ്ലം ഇതും ഇല്ല എന്ന് പറയുള്ളൂ. കാരണം ആ കൊച്ചു ഡേ 1 തൊട്ട് ഇവിടം വരെ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. പക്ഷെ നോറ, ജിൻഡോ, ജാസ്മിൻ, റോക്കി, റസ്മിൻ ഭായ് അവരൊക്കെ അത്യാവശ്യം, മറ്റേ നമ്മുടെ അപ്സര, അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടി നിന്ന ടീംസാണ്. അവരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവർ പറയും, അത് പോയിന്റ് ഔട്ട് ചെയ്യുക. അല്ലാതെ വെറുതെ ക്യാമറയിൽ വന്നിട്ട് കൂളായിട്ട് നിന്നു എന്ന് പറഞ്ഞ കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഈസിയാണെന്നൊന്നും പറയാൻ നിൽക്കല്ലേ സായി.